എന്നിട്ട് അവസാനം പുള്ളിക്കാരി എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡപ്പ് ചെയ്തത്. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയില്ലായിരുന്നു. ഐ ഡിഡ്ന്റ് ഈവൻ ന്യൂ ദാറ്റ് യു എക്സിസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത്. പിന്നെയും ഫോണ് പ്രായം ഒക്കെ മാറി. ഷീ വാസ് ഇൻ 20s നടക്കുമ്പം, അപ്പൊ ഷീസ് ഇൻ 30s now. അപ്പൊ അതിന്റെ ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പേളി മാണിയും മെറീന മൈക്കിളും തമ്മിലുള്ള പ്രശ്നം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സംഭവം എല്ലാവർക്കും അറിയാമായിരിക്കും. കുറച്ചു കാലം മുമ്പ് ഒരു ചാനലിൽ മെറീനയെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോഴേക്കും ഇൻ്റർവ്യൂ ദിവസം ഷോവിൻ്റെ ആൾക്കാർ മെറീനയെ വിളിച്ചിട്ട് അത് ക്യാൻസൽ ചെയ്തു. പിന്നെയും തുടരെ ഇൻ്റർവ്യൂവിന് ഷെഡ്യൂൾ കൊടുക്കുകയും അത് ക്യാൻസലാകുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ 2-3 തവണ കഴിഞ്ഞതിന് ശേഷം പിന്നെയും അവർ വിളിക്കുകയും ഇത്തവണ ഇൻ്റർവ്യൂവിന് വേണ്ടി ചാനലിൻ്റെ ഓഫീസിൽ എത്തി. അവിടെ വെച്ചാണ് മുമ്പ് ഇൻ്റർവ്യൂ ക്യാൻസൽ ആകാനുള്ള കാരണം മെറീന അറിയുന്നത്. മുമ്പ് ഷോ ആങ്കർ ചെയ്തിരുന്ന ആൾ പറഞ്ഞത് മെറീന ആണ് ഗസ്റ്റ് എങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യില്ല എന്നായിരുന്നു. ചാനലിൻ്റെ ആങ്കറിൻ്റെയോ പേര് മെറീന തുറന്ന് പറഞ്ഞതുമില്ല. അപ്പോൾ ഈ ആങ്കറിനെ കുറിച്ച് പറഞ്ഞ സൂചനയിൽ കാണാൻ തന്നെ പോലെയാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വിഷയം എല്ലാവരും കേട്ടപ്പോഴേക്കും ഈ ആങ്കർ പേളി മാണിയാണെന്ന് കേട്ടവരെല്ലാം ഉറപ്പിക്കുകയും ചെയ്തു. പേളിക്കെതിരെ ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നു. അങ്ങനെ ഈ വിഷയത്തെപ്പറ്റി പേളി മാണി സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ പേളി നേരെ മെറീനയെ വിളിച്ചിട്ട് കാര്യം ചോദിക്കുകയായിരുന്നു. ആ ആങ്കർ താനാണോ എന്ന് പേളി ചോദിച്ചതിന് മെറീന അതേ എന്ന് പറയുകയും ചെയ്തു. ഇത് മെറീനയുടെ തെറ്റിദ്ധാരണ മാത്രമാണെന്നും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ഒക്കെ പേളി പറഞ്ഞു. പക്ഷേ മെറീന ആകട്ടെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയതേ ഇല്ല, ഫോൺ കട്ടും ചെയ്തു എന്നാണ് പേളി പറയുന്നത്. ഞാൻ ആ റെസ്പോൺസ് കണ്ടു. ഞാൻ ആക്ച്വലി എനിക്ക് ഇന്നലെ മുതൽ ഇങ്ങനെ കോൾസ് വരുന്നുണ്ട് ഓൺലൈൻ മീഡിയന്നും അവിടെ നിന്നൊക്കെ. ഞാൻ ഒരാളെ കോളും എടുത്തിട്ടില്ല. ഒന്നാമത് എടാ ഞാൻ ഒരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വൈസുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നും അല്ല. കാരണം അലിഗേഷൻ വന്നപ്പോൾ ആദ്യം വേറൊരു ആങ്കറിനും കൂടെ അതിൽ ഇൻവോൾവ് ആയിരുന്നു പേര്. അപ്പൊ ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധമായോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു പോയിന്റില്. പക്ഷെ നമ്മളടുത്ത് ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മളത് പറയുമല്ലോ. അതിൽ പോലും ഞാൻ ആളുടെ പേര് ഒന്നും പറയരുത്, ഇൻസിഡന്റ് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ്. അപ്പം ആളിപ്പോ ഇങ്ങനെ ആളെന്നെ വിളിച്ചിരുന്നു. ആളെന്നെ സാനിഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. എന്നെ ഡയറക്റ്റ് പോലും അല്ല വിളിച്ചത്. വിളിച്ചിട്ട് സംസാരിച്ചു കുറെ കൺവിൻസ് ചെയ്യാൻ നോക്കി. അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വളരെ ഫേക്ക് ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയത്. വെച്ചാ ആള് ഞാനിത് ഫ്ലവേഴ്സില് കട്ടറുമ്പ് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു. ഈ കട്ടുകുമ്പ് എന്ന് പറഞ്ഞ ഷോയില് ഫസ്റ്റ് വിളിക്കും, ഫസ്റ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്യും, രണ്ടാമത് വിളിച്ച് ക്യാൻസൽ ചെയ്യും. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇങ്ങനെ ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്ത് എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ വരുമ്പോഴേക്കും അതിന്റെ ആങ്കർ മാറിയിരുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തതെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാനപ്പോ ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ് ചാനലിന്റെ ഓണർ ശ്രീകണ്ഠൻ നായർ സാറും പുള്ളിക്കാരിയും തമ്മിൽ എന്തോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസൺ എന്തോ പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ പറയുന്നത്. അന്ന് സ്വാസികയുണ്ട് അവിടെ. അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്, ഈ പുള്ളിക്കാരിക്ക് എന്നോട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. അതിനുശേഷം ഞാൻ ആളോട് ചോദിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനോ ഒന്നും പോയിട്ടൊന്നുമില്ല. പക്ഷെ പുള്ളിക്കാരി പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇതായിട്ട് പെരുമാറും, ഡിഫറെന്റ് ആയിട്ട് പെരുമാറും. ഒരു കല്യാണമൊക്കെ വിളിച്ചു തന്നെ. സത്യത്തിൽ എന്നെ കല്യാണം അങ്ങനെ വലിയ ഒന്നല്ല വിളിച്ചത്. പക്ഷെ ഞാൻ ചുമ്മാ പോയി. എനിക്ക് അവരോട് കുഴപ്പമൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. അറ്റ്ലീസ്റ്റ് അവർ അങ്ങനെ വിചാരിച്ചോട്ടെ, എനിക്ക് അവരോട് ഒരു പ്രശ്നമില്ല എന്ന്. അതാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിൽ നിന്ന് പോകുമല്ലോ എന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അവനൊക്കെ പോയെ. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞു. അപ്പം ഇവരെന്നെ ഫോണിൽ വിളിച്ച സമയത്താണെങ്കിലും ഞാൻ ഇവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞാൻ ഒരിടത്ത് റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് നിങ്ങളോട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എനിക്ക് ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായി. പിന്നെ എനിക്കത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. കാരണം
ഇവര് തന്നെ വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. കാരണം ഏതൊരു പടം, മുംബൈ ടാക്സി ഏതൊരു പടത്തില് അവരായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത്. അതിനുശേഷം അത് എന്നെ ആക്കിയപ്പോൾ അവർക്ക് ഒരു ഭയങ്കര മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാവും, അതൊക്കെ മനുഷ്യ സഹജമാണ്, അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, ആ ഏജിന്റെയും എല്ലാം ആണ്. അപ്പോൾ പേളി തന്നെ ഇത് സമ്മതിച്ചിട്ടുണ്ട്. അന്ന് ഇനി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നും പേളി കുറച്ച് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അത് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം, അതിൽ വിശദമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിലാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്. അതായത് 2017 പ്രശ്നം നടക്കുമ്പോഴേക്കും പേളിയും ആ ചാനലും തമ്മിൽ പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം പേളി ആ ഷോ ക്വിറ്റ് ചെയ്ത് പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പുതിയ ആങ്കറിനെ കിട്ടാതെ വരികയും ഷോ പല തവണ മുടങ്ങിയതെന്നും അതിൻ്റെ കുറ്റം മൊത്തം ചാനൽകാർ പേളിയുടെ തലയിൽ വെച്ചു എന്നൊക്കെയാണ് പേളി പറയുന്നത്. ശേഷം കുറച്ച് ഭാഗങ്ങൾ കൂടി നമ്മൾക്ക് പേളിക്ക് പറയാനുള്ളത് കേട്ടിട്ട് തിരിച്ചു വരാം. പുള്ളിക്കാരി പറയണേ അപ്പൊ തന്നെ എനിക്ക് തോന്നി അത് സത്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ ഓക്കെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം വിശ്വസിച്ചു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ ആണല്ലേ, ഓക്കെ, പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച്. എന്നിട്ട് അവസാനം പുള്ളിക്കാരി എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡപ്പ് ചെയ്തത്. പലരും പേളിക്ക് എതിരെയാണ് കമൻസ് ഒക്കെ ഇടുന്നത്. പേളിക്ക് വലിയ ഈഗോ ആണെന്നും, കാരണം പേളി ഒരു വെറും ആങ്കർ മാത്രം ആയിരുന്നിട്ട് മെറീനയെ പോലെ ഉള്ള ഒരു ഗസ്റ്റ് വരുമ്പോൾ അവിടെ മെറീനയ്ക്കായിരിക്കുമല്ലോ വില എന്നൊക്കെയാണ് പലരും ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത്. ശേഷം കുറച്ച് ഭാഗങ്ങൾ കൂടി കേട്ടിട്ട് തിരിച്ചു വരാം. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല, ഐ ഡോണ്ട് ഈവൻ ന്യൂ ദാറ്റ് യു എക്സിസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെയും ഫോണ്. എനിക്കതിനും പരാതിയും കാര്യങ്ങളൊന്നും ഇല്ല. ആൾക്കാര് ഞാൻ എന്നോട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് വേറൊരു പേഴ്സണിന്റെ അടുത്ത് ഒരു മീഡിയയിലെ ഒരു ക്യാമറയുടെ മുമ്പിലൊന്നും ഇരുന്ന് പറയാനോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല ഇതിനെപ്പറ്റി. കാരണം എനിക്ക് ആളുടെ പേരും പറയണ്ട, എനിക്ക് ഒരു കാര്യങ്ങളും ഇനി ഫെർദർ ഡിസ്കസ് ചെയ്യണ്ട, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമല്ല. ഇപ്പൊ എല്ലാരും പ്രായം ഒക്കെ മാറി. ഷീ വാസ് ഇൻ 20s നടക്കുമ്പോൾ, അപ്പൊ ഷീസ് ഇൻ 30s നൗ. അപ്പൊ അതിന്റെ ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അതല്ലാന്നുണ്ടെങ്കിലും ഐ ഹോപ്പ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ബെറ്റർ ആവും എന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷനേ ഉണ്ടായിരുന്നില്ല ഒരാൾക്കിട്ട് പണി കൊടുക്കണം അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ഇതാവണം എന്നുള്ളത്. ഐ ഓൾവേസ് വാണ്ടഡ് ടു മേക്ക് ഹർ ഫീൽ ലൈക്ക് എനിക്ക് അവരായിട്ട് ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നീട് കാണുമ്പോൾ സംസാരിച്ചതും ഒക്കെ. അപ്പം എനിക്കറിയില്ല, എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ. അപ്പോൾ രണ്ടുപേരുടെയും ഭാഗം കേട്ടു കഴിഞ്ഞു. രണ്ടുപേരും സ്വാഭാവികമായിട്ടും സ്വയം ന്യായീകരിച്ചു കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പേളിക്കാണെങ്കിൽ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വിഷയം വിവാദമായതോടെ ആ ഇമേജ് കുറച്ച് മങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കേൾക്കുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. തുടർന്നും ഇതുപോലെ വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.